എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 3 ശ്ലോകം 13, 14, 15, 16, 17, 18 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അശ്വിനി ദേവന്മാര് മുനിയുടെ അഭ്യർത്ഥന അനുസരിച്ച് മുനിയെ ഒരു ഹ്രദത്തില് മുങ്ങാനായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ സുകന്യയോട് പറഞ്ഞു, ഞങ്ങളിതാ ഇതില് ഹ്രദത്തില് മുങ്ങാൻ പോവാണ്. 3 പേരും മുങ്ങിട്ട് പൊങ്ങി വരുമ്പോൾ നിന്റെ ഭർത്താവിനെ നീ തിരിച്ചറിഞ്ഞ് ധരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സുകന്യ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. ബാഢമിത്യൂചതുർവിപ്രം അഭിനന്ദ്യഭിഷക്തമൗ നിമജ്ജതാം ഭവാനസ്മിൻ ഹൃദേ സിദ്ധവിനിർമ്മിതേ. ഭിഷക്തമൗ ദേവവൈദ്യന്മാര് ബാഢം ഇതി അഭിനന്ദ്യ, അങ്ങനെ ആവട്ടെ എന്ന് അഭിനന്ദിച്ചിട്ട്, സിദ്ധവിനിർമ്മിതേ സിദ്ധന്മാരാൽ നിർമ്മിക്കപ്പെട്ട അസ്മിൻ ഹൃദേ ഈ ഹൃദത്തിൽ ഭവാൻ നിമജ്ജതാം ഭവാൻ നിമജ്ജനം ചെയ്താലും എന്ന് വിപ്രം ഊച്ചതു ബ്രാഹ്മണനോട് പറഞ്ഞു. ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകള് ശരി മുനി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാക്കുകളെ അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, സിദ്ധന്മാര് നിർമ്മിച്ച ഈ ഒരു ഹ്രദമാണിത്, ഈ ഹ്രദത്തില് ഭവാൻ ഇറങ്ങി മുങ്ങുക എന്ന് ചവന മഹർഷിയോട് അവര് പറഞ്ഞു. ഇത്യുക്തോ ജരയാ ഗ്രസ്തദേഹോ ധമനി സന്തത ഹ്രദം പ്രവേശിതോശിഭ്യാം വലീപലിത വിപ്രിയ. ഇതി ഉക്ത ഇപ്രകാരം പറയപ്പെട്ടവനും ജരയാ ഗ്രസ്തദേഹ ജരയാൽ ഗ്രസിക്കപ്പെട്ട ദേഹത്തോടുകൂടിയവനും ധമനി സന്തത നാഡികളാൽ എങ്ങും വ്യാപിക്കപ്പെട്ട ശരീരത്തോടുകൂടിയവനും വലിപ്രലിത വിപ്രിയ പലിതത്താലും പ്രിയമല്ലാത്ത ശരീരത്തോടുകൂടിയവനുമായ ചവനൻ അശ്വിഭ്യാം അശ്വികളാൽ ഹ്രദം പ്രവേശിത ഹ്രദത്തിൽ പ്രവേശിക്കപ്പെട്ടു. ഇങ്ങനെ അശ്വിനി ദേവന്മാര് പറഞ്ഞപ്പോ ഉടൻ തന്നെ ജരയാൽ അങ്ങനെ ജര കൊണ്ട് ജീർണിച്ചുള്ള വൃദ്ധനായിട്ടുള്ള ആ ചുക്കിച്ചുളഞ്ഞ ദേഹത്തോലും നരച്ചുള്ള മുടിയും രോമമൊക്കെയുള്ള ആ ദേഹത്തില് കണ്ടാൽ തന്നെ വല്ലാത്തൊരു അറപ്പ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ശരീരമാണ് അദ്ദേഹത്തിന്റെ. ഞരമ്പുകളൊക്കെ ഇങ്ങനെ എണീട്ട് നിൽക്കുന്നുണ്ട്. മാംസപുഷ്ടി തീരെ ഇല്ല. അങ്ങനെയുള്ള ആ വൃദ്ധന്റെ കയ്യിൽ പിടിച്ച് ആ ഹ്രദത്തിലേക്ക് ആ തടാകത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി 3 പേരും കൂടി ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങി. അവരും കൂടെ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അങ്ങോട്ട് ഇറങ്ങി എന്നാ പറയുന്നത്. പുരുഷസ്ത്രയ ഉത്തസ്തു അപീച്യാ വനിതാ പ്രിയാഹ പത്മസ്രജ കുണ്ടലിന തുല്യരൂപാ സുവാസസ. അപീച്യാഹ മനോഹരന്മാരും വനിതാ പ്രിയാഹ സ്ത്രീകൾ പ്രിയപ്പെടുന്നവരും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നവരും പത്മസ്രജ താമര മാലകളോടുകൂടിയവരും കുണ്ടലിന കുണ്ടലങ്ങൾ ധരിച്ചവരും തുല്യരൂപാഹ തുല്യരൂപമുള്ളവരും സുവാസസ ശോഭന വസ്ത്രത്തോടുകൂടിയവനുമായ ത്രയ പുരുഷാഹ 3 പുരുഷന്മാര് ഉത്തസ്തു ഉത്ഥാനം ചെയ്തു. അധികം താമസിയാതെ ആ ഹ്രദത്തിലെ 3 പേരും അങ്ങോട്ട് മുങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോ സുകന്യ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. 3 പേരും അത്യന്തം സുന്ദരന്മാരായിട്ട് അങ്ങോട്ട് സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ കണ്ട മോഹാവുന്നു. അങ്ങനെയുള്ള അതിസുന്ദര രൂപത്തോടു കൂടിയവരും താമരദളം കൊണ്ടുണ്ടാക്കിയ മാല ധരിച്ചു. താമരമാല ഇങ്ങനെ കഴുത്തിലിട്ടിട്ടുണ്ട്. പിന്നെയോ മനോജ്ഞ കുണ്ടലങ്ങൾ കൊണ്ട് കർണങ്ങളെ അലങ്കരിച്ച് കർണങ്ങളിലെ 2 ചെവികളിലും അതിമനോഹരമായ കുണ്ടലങ്ങള് അതിസുന്ദരമായ ആ പട്ടുവസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ധരിച്ച് 3 പേരും ഒരേപോലെ ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെയാണ് തുല്യ രൂപത്തോട് കൂടിയിട്ടാണ് 3 പേരും പൊങ്ങി വന്നത്. സുകന്യക്ക് മനസ്സിലാവണില്ല, ഇതിൽ ആരാണാവോ എൻ്റെ ഭർത്താവ് എന്ന് വിചാരിച്ച് കുറേ നേരം നോക്കി സുകന്യ. മനസ്സിലാവണില്ല പാവം കുട്ടിക്ക്.
താൻ നിരീക്ഷ്യ വരാരോഹ സരൂപാൻ സൂര്യവർച്ചസ അജാനതി പതിം സാധ്വി അശ്വിനോ ശരണം യയോ. സൂര്യവർച്ചസ, സൂര്യന്റെ തേജസ്സോടുകൂടിയവരും, സ്വരൂപാൻ, സമാന രൂപന്മാരുമായ താൻ, അവരെ നിരീക്ഷ്യ, നോക്കിയിട്ട്, പതിം, സ്വഭർത്താവിനെ, അജാനതി, വേർതിരിച്ചറിയാത്തവളും, സാധ്വി, പതിവ്രതയുമായ, വരാരോഹ, ഉത്തമ സ്ത്രീ, അശ്വിനൗ, അശ്വികളെ ശരണം യയോ, ശരണം പ്രാപിച്ചു. സൂര്യനെ പോലെ ശോഭിക്കുന്ന തുല്യരൂപരായ 3 പേര്. അവരെ ഒരുമിച്ച് കണ്ടിട്ട് അതിൽ ആരാ ഭർത്താവ്, എൻ്റെ ഭർത്താവ് ആരാണോ? കുറെ നേരം പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു സുകന്യ. അപ്പോൾ ആ പതിവ്രതയായിട്ടുള്ള ആ ഉത്തമ സ്ത്രീ പിന്നെ എന്ത് വിചാരിച്ചു? ആ അശ്വിനി ദേവകളെ തന്നെ അങ്ങോട്ട് മനസ്സ് ചുട്ടങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, ദേവന്മാരെ, നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം, എൻ്റെ ഭർത്താവിനെ വേറെ തിരിച്ചറിയാൻ നിങ്ങൾ തന്നെ എന്നെ സഹായിക്കണേ, അതിനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് നല്ലോണം അങ്ങോട്ട് ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു സുകന്യ. അപ്പോൾ അവർക്ക് പാവം വളരെ സംതൃപ്തരായിട്ട് അവരിതാ കാണിച്ചു കൊടുക്കണം. ദർശയിത്വാ പതിം തസ്യൈ പാതിവ്രത്യേന തോഷിതൗ ഋഷിം ആമന്ത്രയതു വിമാനേന ത്രിവിഷ്ടപം. പാതിവ്രത്യേന, പാതിവ്രത്യത്താൽ, തോഷിതൗ, സന്തോഷിക്കപ്പെട്ട അവർ, തസ്യൈ, അവൾക്കായിക്കൊണ്ട്, പതിം ദർശയിത്വ, പതിയെ കാട്ടിക്കൊടുത്തിട്ട്, ഋഷിം ആമന്ത്ര്യ, ഋഷിയോട് അനുജ്ഞ വാങ്ങി, വിമാനേന, വിമാനത്തിൽ, ത്രിവിഷ്ടപം, സ്വർഗത്തെ യയതു, യാനം ചെയ്തു. ആ സുകന്യയുടെ പതിവ്രതാരത്നത്തിന്റെ ആ പ്രാർത്ഥന കേട്ടപ്പോൾ അവർക്ക് വളരെ ദയ തോന്നി ആ കുട്ടിയിൽ. ആ പാതിവ്രത്യത്തിന്റെ ശക്തിയാണ് ആ സുകന്യയുടെ. അവര് സന്തുഷ്ടരായിട്ട് അശ്വിനി ദേവന്മാര് അവളുടെ ഭർത്താവിനെ കാട്ടിക്കൊടുത്തു. അങ്ങനെ സുകന്യയും 2 പേരും നല്ലോണം അനുഗ്രഹിച്ച് ഋഷിയോട് യാത്ര പറഞ്ഞ് ആ വിമാനത്തിൽ കയറിയിട്ട് സ്വർഗത്തിലേക്ക് അവര് പോവുകയും ചെയ്തു. യക്ഷ്യമാണോധ ശര്യാദി ച്യവനസ്യാശ്രമംഗത ദദർശ ദുഹിതു പാർശ്വേ പുരുഷം സൂര്യവർച്ചസം. അഥ, അനന്തരം, യക്ഷ്യമാണ ശര്യാദി, യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശര്യാദി, ച്യവനസ്യ, ച്യവനന്റെ, ആശ്രമംഗത, ആശ്രമത്തെ ഗതനായിട്ട്, ദുഹിതു പാർശ്വേ, പുത്രിയുടെ സമീപത്തിൽ, സൂര്യവർച്ചസം, സൂര്യപ്രകാശത്തോടുകൂടിയ പുരുഷനെ ദർശിച്ചു. അങ്ങനെ അവര് 2 പേരും അങ്ങനെ ദാമ്പത്യത്തെ സുഖമായിട്ട് അനുഭവിച്ചുകൊണ്ട് യൗവനയുക്തരായിട്ടുള്ള ച്യവന മഹർഷി, സുന്ദരനായിട്ടുള്ള 2 പേരും വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം യാഗം ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി ശര്യാദി രാജാവ് മകളുടെ ഭർത്താവായ ച്യവന മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരികയാണ്. അപ്പൊ അദ്ദേഹം എന്താ കാണുന്നത്? പുത്രിയുടെ സമീപത്തില് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു പുരുഷൻ ഇരിക്കണം. അവർ 2 പേരും കൂടി ഇങ്ങനെ ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരിക്കണം. ഇതാ ഒരു വൃദ്ധനായിട്ടുള്ള ച്യവനനല്ലേ വിവാഹം ചെയ്തു കൊടുത്ത്. ഇതാര? വളരെ വിഷമായി ശര്യാദി രാജാവിനെ. ഏതോ ഒരു യുവാവിന്റെ കൂടെ തൻ്റെ മകള് ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ആ മകളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. പിന്നെ തെറ്റിദ്ധരിച്ച് ശര്യാദി രാജാവ്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.